ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു കോമൺ ബാത്റൂം, അതായത് നമ്മൾ ഓൾറെഡി ബാത്റൂം അറ്റാച്ച്ഡ് അല്ല ഉദ്ദേശിക്കുന്നത്, അത് പുറത്ത് നമ്മളൊരു കോമൺ ബാത്റൂം വീടിൻ്റെ അകത്ത് മൊത്തം യൂസ് ചെയ്യാവുന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന എല്ലാ ഫെസിലിറ്റീസും നമുക്ക് കൊടുത്ത് ചെറിയൊരു ബാത്റൂം എങ്ങനെ ചെയ്യാമെന്ന ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോമൺ ബാത്റൂം ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടില്ല, പുറത്താണ് കോമൺ വാഷ് ബേസിൻ പുറത്താണ് വരുന്നത്, ഡൈനിങ് ഏരിയയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് കുളിക്കുന്ന ഏരിയയും ഒരു ക്ലോസറ്റുമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബാത്റൂമാണ് വരുന്നത്. അപ്പോൾ ചെറിയ ബാത്റൂം നിസ്സാര ഏരിയ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുളിക്കുന്ന ഏരിയയ്ക്ക് നമുക്ക് ഒരു 90 സെൻറ്റിമീറ്റർ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ 90 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 80 സെൻറ്റിമീറ്ററാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 80 സെൻറ്റിമീറ്റർ എടുത്തു. അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഷവർ വാൽവും അതുപോലെ തന്നെ ഡൈവേർട്ടർ സിസ്റ്റം കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഷവർ വാൽവ് വരെ ഡൈവേർട്ടറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റെയിൻ ഷവറും കൂടി കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡൂമ് കാര്യങ്ങളെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 210 സെൻറ്റിമീറ്ററിൽ ഷവറിൻ്റെ ഏരിയ, ഡൈവേർട്ടർ ഏരിയ, ഷവറിൻ്റെ ഏരിയ കൊടുത്തു. ഡൈവേർട്ടർ നമ്മളൊരു 120 സെൻറ്റിമീറ്ററിൽ കൊടുത്തു. പിന്നെ ഒരു 75 സെൻറ്റിമീറ്ററിൽ അതിൻ്റെ സ്പൗട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കുളിക്കുന്ന ഏരിയ തീർന്നു. ബാക്കി വരുന്ന ഏരിയ ഒരു 90 സെൻറ്റിമീറ്റർ ഒരു 80 സെൻറ്റിമീറ്റർ ഒന്നൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ കൂടി കൊടുത്തു. അപ്പോൾ ക്ലോസറ്റിൻ്റെ ഏരിയ അതിൻ്റെ സെൻട്രലിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മൊത്തം സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അതായത് ഡൈവേർട്ടർ സിസ്റ്റം കഴിഞ്ഞു, അതിനുശേഷം കുളിക്കുന്ന ഏരിയയിൽ നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ ടവൽ റോഡ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മളിവിടെ ടൈൽ ഒട്ടിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം ഒരു 7 അടി 210 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ, കുറച്ചുകൂടി ഹൈറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ലിൻഡിൽ ഹൈറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ ടൈൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലത്. ഇനി അതല്ല, അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മൊത്തം ടൈൽ ഒട്ടിക്കാൻ പറ്റി കഴിഞ്ഞാൽ, ഫുൾ ടൈൽ ഒട്ടിക്കാൻ പറ്റിയാലും അങ്ങനെയും നല്ലതാണ്. ഏതാണെങ്കിലും നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലോസറ്റ് കൊടുത്തു. ക്ലോസറ്റ് കൊടുത്തതിന് ശേഷം ചെറിയൊരു ഏരിയ വേണ്ട, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയൊരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് താത്തിയാണ് നമ്മൾ കുളിക്കുന്ന ഏരിയ കൊടുത്തിരിക്കുന്നത്. കുളിക്കുന്ന ഏരിയയുടെ സൈഡിലായിട്ട് ട്രാപ്പ് കൊടുത്തിട്ട് വെള്ളം പോകുന്നത്, അത് കുളിക്കുന്ന വെള്ളം പോകുന്ന ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ട്രാപ്പിനോട് ചേർന്നിട്ട് തന്നെയാണ് തൊട്ട് മുകളിലായിട്ട് നമ്മൾ സോപ്പ് ഡിഷ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഡോറ് തുറക്കുന്ന രീതിയിലായിരിക്കണം നമുക്ക് ഈ ക്ലോസറ്റ് അറേഞ്ച് ചെയ്യേണ്ടത്. ചെറിയ ബാത്റൂം ആണെങ്കിൽ നമുക്ക് വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ എടുക്കുന്ന ക്ലോസറ്റ് ചിലപ്പോൾ വലുപ്പം കൂടുതലുള്ള എടുക്കുകയാണെങ്കിൽ ഡോറ് നമ്മൾ തുറക്കുന്ന സമയത്ത് തട്ടാനുള്ള ചാൻസ് കാര്യമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നോർമലി നമ്മൾ ഡോറിൻ്റെയൊക്കെ ലെങ്ത്ത്, വീതി അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്ത് മാക്സിമം പോയി കഴിഞ്ഞാൽ 70 സെൻറ്റിമീറ്റർ തൊട്ട് 80 സെൻറ്റിമീറ്ററാണ്. ഇനി 90 സെൻറ്റിമീറ്റർ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബാത്റൂമിൻ്റെ ഡോറ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വലുപ്പം കൂടുതൽ വയ്ക്കുന്ന സമയത്ത് അത്രയും അകത്തേക്ക് തുറക്കുമ്പോൾ നമ്മുടെ ക്ലോസറ്റ് അതിനനുസരിച്ച് ബാക്കിലേക്ക് ഇറക്കി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 70-ൻ്റെ ഡോറോ അല്ലെങ്കിൽ 80-ൻ്റെ ഡോറോ കൊടുത്താലും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ബാത്റൂം കൺജസ്റ്റഡ് ആവില്ല. ക്ലോസറ്റ് നമുക്ക് ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ചെറിയ ബാത്റൂം ആണെങ്കിലും എല്ലാ സംവിധാനങ്ങളോട് ചേർന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. വാഷ് ബേസിൻ നമ്മൾ പുറത്ത് കൊടുത്തു. ഇനി വാഷ് ബേസിൻ വേണം, അകത്ത് വേണമെന്നുണ്ടെങ്കിൽ സ്പേസിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ചെറിയ ഒരു ഏരിയയിൽ എങ്ങനെ നല്ലൊരു ബാത്റൂം ചെയ്യാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.